രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ രണ്ടാമത്തെ പരാതിയിൽ അറസ്റ്റ് ചെയ്യാമെന്ന് ഹൈക്കോടതി. ആദ്യ കേസിൽ അറസ്റ്റ് തൽക്കാലത്തേക്ക് തടഞ്ഞിരിക്കുകയാണ്. SITയോട് കേസിന്റെ റിപ്പോർട്ട് തേടി മുൻകൂർ ജാമ്യ ഹർജി ഈ മാസം 15-ന് വീണ്ടും പരിഗണിക്കും. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ബലാത്സംഗ കേസിൽ പ്രതി ഉന്നയിച്ച വാദങ്ങൾ ഗൗരവതരമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, തികച്ചും അപ്രതീക്ഷിതമായ ഒരു നടപടിയാണ് ആദ്യത്തെ പരാതിയിൽ ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായത്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റ് തടയുകയും അതുപോലെ മുൻകൂർ ജാമ്യ ഹർജി 15-ാം തീയതിയിലേക്ക് മാറ്റിവെക്കുകയും ചെയ്തിരിക്കുന്നു. അതായത് രാഹുലിന് ഇനി 15-ാം തീയതി വരെ അറസ്റ്റിനെ ഭയപ്പെടേണ്ട സാഹചര്യം ആദ്യത്തെ കേസിൽ ഇല്ല. പക്ഷേ രണ്ടാമത്തെ കേസ് പരിഗണിക്കുമ്പോൾ അത് കുറച്ചുകൂടി ഗൗരവകരമായ കേസാണ്. അതിലെ വകുപ്പുകൾ അങ്ങനെയാണ്. അറസ്റ്റിൽ നിന്ന് അങ്ങനെ രാഹുലിന് രക്ഷപ്പെടാൻ കഴിയുന്നൊരു സാഹചര്യം ഇനി ഇല്ലല്ലോ. നീലിമ, അതായത് ആദ്യത്തെ കേസുമായി ബന്ധപ്പെട്ട്, അതായത് ബലാത്സംഗം ചെയ്തു, ഗർഭഛിദ്രത്തിന് തന്നെ ഭീഷണിപ്പെടുത്തി, പ്രേരിപ്പിച്ചു തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയിട്ടുള്ള കേസാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള മുൻകൂർ ജാമ്യാപേക്ഷയാണ് ഹൈക്കോടതിയിൽ എത്തിയത്. അതുകൊണ്ട് തന്നെ ആ കേസുമായി ബന്ധപ്പെട്ടുള്ള മെറിറ്റിലേക്കൊന്നും ഹൈക്കോടതി കടന്നില്ല. പകരം ആദ്യഘട്ടത്തിൽ തന്നെ ഹൈക്കോടതി എടുത്തൊരു നിലപാട് ഒരാളും പൂർണ്ണമായും കേൾക്കപ്പെടാതെ അറസ്റ്റ് ചെയ്യപ്പെടരുത് എന്നുള്ളതായിരുന്നു. ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ജഡ്ജിയായിട്ടുള്ള ജസ്റ്റിസ് K. ബാബു ആദ്യം മുതലേ പരാമർശം നടത്തിയത്. ഒപ്പം തന്നെ അറസ്റ്റിനുള്ള വിലക്ക് താൻ ഉറപ്പുവരുത്തുന്നു എന്നാണ് ജഡ്ജി പറഞ്ഞത്. ഒപ്പം തന്നെ ഹൈക്കോടതി പറഞ്ഞ മറ്റു ചില സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതായത് ഈ ഹർജിക്കാരനായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ ഉന്നയിച്ച വാദങ്ങൾ അത് ഗൗരവതരമാണ്, അത് ഗുരുതരമാണ്, അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കേൾക്കേണ്ടതുണ്ട്, വിശദമായിട്ട് തന്നെ കേൾക്കേണ്ടതുണ്ട്. മാത്രമല്ല പ്രോസിക്യൂഷനും തങ്ങളുടെ വാദഗതികൾ മുന്നോട്ട് വയ്ക്കാം. താൻ മുൻവിധിയോടുകൂടിയല്ല ഈ വിഷയം പരിഗണിക്കുന്നത് അല്ലെങ്കിൽ ഹർജി കേൾക്കുന്നത് എന്നുള്ള പരാമർശവും നിരീക്ഷണവും കൂടി ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുകയും ഉടനടി അറസ്റ്റിനുള്ള താൽക്കാലികമായിട്ടുള്ള വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ട് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. 15-ാം തീയതിയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിലെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി മാറ്റിയിട്ടുണ്ട്. അതിനു മുൻപ് തന്നെ പ്രോസിക്യൂഷൻ, അതായത് സർക്കാരിന് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വിശദാംശങ്ങളും റിപ്പോർട്ട് എന്നുള്ള രീതിയിൽ ഹൈക്കോടതിയിൽ സമർപ്പിക്കാം. ആ റിപ്പോർട്ട് അടക്കം പരിശോധിച്ചുകൊണ്ടും വിശദമായിട്ട് ഇരുഭാഗങ്ങളുടെയും വാദം കേട്ട ശേഷമായിരിക്കും മുൻകൂർ ജാമ്യം നൽകണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് കടക്കുക. ഇത് ആദ്യ കേസിന്റെ കാര്യമാണ്. രണ്ടാമത്തെ കേസുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുമുള്ള പരാമർശം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. കാരണം ഈ ആദ്യ കേസുമായി ബന്ധപ്പെട്ടാണ് മുൻകൂർ ജാമ്യാപേക്ഷ വന്നത്. രണ്ടാമത്തെ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ സെഷൻസിലോ ഹൈക്കോടതിയിലോ ഇല്ല. സ്വാഭാവികമായിട്ടും ആദ്യ കേസിൽ അറസ്റ്റിനുള്ള വിലക്ക് ഏർപ്പെടുത്തിയ സാഹചര്യത്തിൽ രണ്ടാമത്തെ കേസിൽ അറസ്റ്റ് ചെയ്യാനുള്ള വിലക്ക് എങ്ങും നിലനിൽക്കുന്നില്ല. കാരണം മുൻകൂർ ജാമ്യാപേക്ഷ സെഷൻസിലോ അല്ലെങ്കിൽ ഹൈക്കോടതിയിലോ സമർപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പോലീസിന് അത്തരം ഒരു വിലക്ക് രണ്ടാമത്തെ കേസിൽ ഇല്ല എന്നുള്ളത് സ്വാഭാവികമായിട്ട് തിരിച്ചറിയപ്പെടേണ്ട ഒരു ഘടകമാണ്. എന്തായാലും ആദ്യത്തെ കേസുമായി ബന്ധപ്പെട്ട് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ചുകൊണ്ടാണ് ഹൈക്കോടതി അറസ്റ്റിനുള്ള താൽക്കാലിക വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും ഈ ഗുരുതരമായിട്ടുള്ള സ്വഭാവമുള്ള വാദങ്ങളാണ് പ്രതി ഉന്നയിച്ചിരിക്കുന്നതെന്നും കേൾക്കാതെ ഈ വിഷയത്തിൽ ഒരു നടപടി, അതായത് അറസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തരുതെന്നുള്ളൊരു നിലപാടാണ് ഹൈക്കോടതി സ്വീകരിച്ചത്. പ്രധാനമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ ഉന്നയിച്ച ഒരു വാദം ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധമായിരുന്നു എന്നുള്ളതാണ്. അത് അംഗീകരിക്കുന്നുണ്ട് പ്രതി എന്നും ഹൈക്കോടതി ഈ വിഷയം പരിഗണിച്ച സമയത്ത് ഇന്ന് നിരീക്ഷണം എന്നുള്ള രീതിയിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ച വേളയിൽ പ്രധാനമായിട്ട് ഉന്നയിച്ച ഒരു വാദം അത് തന്നെയായിരുന്നു. ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധമാണ്, ബലാത്സംഗ കുറ്റം നിലനിൽക്കില്ല. അതുമാത്രമല്ല ഈ കീഴ്ക്കോടതി തന്റെ വാദങ്ങൾക്കോ അല്ലെങ്കിൽ താൻ സമർപ്പിച്ച രേഖകളോ തെളിവുകളോ ഒന്നും തന്നെ കാര്യമായിട്ട് പരിഗണിച്ചില്ല, പരിശോധിച്ചില്ല. ഈ നടപടിക്രമങ്ങൾ പാലിക്കുക, അതായത് കൃത്യമായിട്ടുള്ള നടപടിയുടെ അടിസ്ഥാനത്തിലല്ല ഈ പരാതി നൽകപ്പെട്ടിരിക്കുന്നത്. നേരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകുന്നു, മുഖ്യമന്ത്രി പിന്നീട് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് പരാതി കൈമാറുന്നു. രാഷ്ട്രീയ സ്വാധീനവും രാഷ്ട്രീയ ഗൂഢാലോചനയും ഈ പരാതിക്ക് പിന്നിലുണ്ട് എന്നാണ് ഈ വിവരങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വളരെ പുതിയ ഒരു അപ്ഡേഷൻ കൂടി ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. അത് തിരുവനന്തപുരം സെഷൻസ് കോടതിയുമായി ബന്ധപ്പെട്ടാണ്. രണ്ടാം കേസിലെ അറസ്റ്റ് തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ സെഷൻസ് കോടതിയെ സമീപിക്കുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. നമ്മൾ പറഞ്ഞു വന്നത് ആദ്യത്തെ പരാതിയാണ്. രേഷ്മ,
നിലിമ സെഷൻസ് കോടതിയിൽ രണ്ടാമത്തെ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രാഹുൽ സമീപിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഹൈക്കോടതിയിൽ ആദ്യത്തെ കേസിൽ ലഭിച്ചിട്ടുള്ള അറസ്റ്റിനുള്ള വിലക്ക് അതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടും. കാരണം ഈ ആദ്യത്തെ കേസ് അത്ര കണ്ട് ഗുരുതരമാണ്.